നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഒരു വീടാണെങ്കില് ഞാൻ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു ലീഫിന്റെ മോളിലായിട്ട് ട്രാപ്പ് ഡോർ വെച്ചു. അതുപോലെ തന്നെ ഇവിടെയായിട്ടും കുറച്ച് ലീഫ് വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് സ്റ്റോണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടോ. ഇപ്പൊ നൈറ്റ് ഒക്കെ കാണാൻ അത്യാവശ്യം സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഉൾഭാഗമാണെങ്കിലും ഞാൻ മൊത്തത്തിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത്. അതുപോലെ തന്നെ എനിക്ക് താഴത്തെ ഫ്ലോറിനെക്കാളും ഈ ഒരു ഫ്ലോറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു ഫ്ലോർ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ തന്നെ കണ്ടോ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫ്ലോർ അത്രയും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആയിട്ടാണ് ബെഡും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ ചെറിയ നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സൈഡാണ്. കണ്ടത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പാലം നല്ല വൃത്തിക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത്രയും കാലമായിട്ട് നമ്മൾ കെട്ടിയ ഓരോ ബിൽഡും നമുക്ക് ഇവിടുന്ന് നോക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ ട്രീ ഫാം ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ബിൽഡ് ചെയ്താൽ മതി. ബൈ ദ ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നല്ലേ, തോന്നി സബ്സ്ക്രൈബ് ചെയ്യ് പെട്ടത്. നമ്മളിങ്ങനെ ഫൈനലി 500 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്റെ പൊന്നു, അതെന്തായാലും നിങ്ങൾ സാധിച്ചിരുന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഈ മീനുകുട്ടിയെ ഇല്ലേ, നമുക്ക് ഈ ഒരു വീട്ടിന്റെ അകത്ത് കയറ്റി ഇരുത്താനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പൂച്ചക്കുട്ടിക്കും ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. കണ്ടോ, പൂച്ചക്കുട്ടീനെ വിളിക്കുമ്പോൾ അവൻ നോക്കും. അങ്ങനെയാണ് അവനെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളെ മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്കിങ് ചെയ്യുക. പിന്നെ ഞാൻ 30 ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് 50 ലൈക്കൊക്കെ തരും. അത് വേറെ കാര്യം. നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ. അതുപോലെ തന്നെ നിങ്ങളിൽ കുറെ പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേർട്ട് ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ മഡ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെ ഹോപ്പർ വെച്ചിട്ട് മൊത്തത്തിൽ ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂന്ന്. അതെന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം. അതുപോലെ ഞാൻ ഇവിടെ കുറെ നേരം AFK നിന്നിട്ട് ഈ ഒരു സെക്ഷനും മൊത്തത്തിൽ വില്ലേജസിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇവിടുന്ന് കുറെ അധികം ബുക്കും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഒരു ട്രീ ഫാർമിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ TNT ഒക്കെ ഡൂപ്പ് ചെയ്തിട്ട് വർക്കാവുന്ന ഒരു ഫാർമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐലൻഡിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അഥവാ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും ഒരു TNT എങ്ങാനും തെറ്റി നമ്മളെ ട്രേഡിംഗ് ഹാളിലേക്ക് എങ്ങാനും പോയി കഴിഞ്ഞെങ്കിലേ പിന്നെ തീർന്നു. അതുകൊണ്ട് നമ്മൾ എന്തായാലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഒന്നാമത് ഞാനാണ് ഈ ഒരു ഫാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അത് ഓപ്പോസിറ്റ് ആയിട്ടേ വർക്കാവൂ. അപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ഇത് ഇവിടെ ഒരു ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാം. ഇത് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫാം ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ അൺലിമിറ്റഡ് വാട്ടറിന്റെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ഒരു ഫാം എപ്പോഴും നോർത്ത് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ നോർത്ത് വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. പിന്നെ ഇത്രയും വലിയ ഫാം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അതിന്റെ ഒരു ABCD അറിഞ്ഞുകൂടി. ഇതിൽ കുറെ റെഡ് സ്റ്റോണിന്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രീ ഫാമിന് ഇത്രയും റിസോഴ്സസ് മതി കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഈസിയസ്റ്റ് ഫാം ആണ്. ഇനി എന്തായാലും നമുക്ക് നേരെ ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് ഇവിടെ ആയിട്ട് ഒരു ഡ്രോപ്പർ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ നേരെ മുമ്പിലായിട്ട് ഈ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചു കൊടുക്കാം. എന്നിട്ട് സ്മൂത്ത് സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ലിവർ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലിവർ ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് ഇത് ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ട്രാപ്പ് ഡോർ വെക്കാം. ഇതിങ്ങനെ ക്ലോസ്, അയ്യോ ഇങ്ങനെയല്ല കേട്ടോ, സോറി, ഇങ്ങനെയല്ല വെക്കേണ്ടത്. അയ്യോ, ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഡേർട്ട് പൊളിച്ച് കളയാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഒബ്സർവർ ഒന്ന് എടുക്കാം. എന്നിട്ട് അത് ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്മൂത്ത് സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഒബ്സർവറിന്റെ മുകളിലായിട്ട് ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ്. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ലിവർ. എന്നിട്ട് ആ ലിവറിനെ ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കാം. ഞാനില്ലേ ബെഡ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഇനി നേരെ നമ്മളെ ബേസിൽ പോയിട്ട് ഒരു ബെഡ് എടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ കയ്യിലുള്ള ഫുഡും തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഡ്രോപ്പർ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഈ ഒരു സൈഡിലും ഒരു ഡ്രോപ്പർ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഡബിൾ ചെസ്റ്റ് വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ചെസ്റ്റ് വെച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ആയിട്ട് 3/3 എന്ന റേഷ്യോയില് നമുക്ക് ഇവിടുന്ന് ബ്ലോക്ക് എടുത്ത് മാറ്റണം. അതങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള ബാക്കി ചെസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. അതും ഞാൻ സെറ്റ് ചെയ്ത്. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ബാക്കി 3 ഹോപ്പർ എടുത്തിട്ട് ഓരോ ഡബിൾ ചെസ്റ്റിന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതും സെറ്റായി. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഡേർട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഷവൽ എടുത്തിട്ട് ഇതിനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു ബ്ലോക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇട്ട് ഒരു ബക്കറ്റ് വെള്ളം
വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഒരു ഡേർട്ട് എടുത്ത് കളയാം. പിന്നെ ഇവിടത്തെയും ഒരു ഡേർട്ട് എടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്മൂത്ത് സ്റ്റോണിന്റെ സ്ലാബ് ഇല്ലേ, അത് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു ബ്ലോക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് നേരെ 6 ബ്ലോക്ക് റിമൂവ് ചെയ്യണം. ഇതുപോലെ 6 ബ്ലോക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു 3 ബ്ലോക്കും കൂടി റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 5 ബ്ലോക്കും കൂടി റിമൂവ് ചെയ്യണം. കണ്ടോ, ഏകദേശം ഒരു എൽ ഷേപ്പ് പോലെ ആക്കി എടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ക്രോസ് ആയിട്ട് 3 ബ്ലോക്ക് എടുക്കണം. എന്നിട്ട് വീണ്ടും ക്രോസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മൈൻ ചെയ്ത് പോണം. എന്നിട്ട് ഇവിടെ എത്തിയ ശേഷം ഇവിടുത്തെ 2 ബ്ലോക്കും കൂടി റിമൂവ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലത്തെ മൊത്തം ഡേർട്ട് ഇതുപോലെ എടുത്ത് കളയണം. അങ്ങനെ ഞാൻ ഇത് മൊത്തം ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്മൂത്ത് സ്റ്റോണിന്റെ സ്ലാബ് ഇങ്ങനെ വെച്ചു കൊടുക്കണം. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. എന്നിട്ട് വീണ്ടും നമ്മൾ സ്ലാബ് എടുത്തിട്ട് ഇതുപോലെ 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഇവിടുന്ന് 10 ബ്ലോക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും സ്ലാബ് എടുത്തിട്ടില്ലേ, ഇതുപോലെ 8 എണ്ണം വെച്ചു കൊടുക്കണം. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രീ ഫാർം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുമാതിരി ആപ്പിൾ കടിച്ചു വെച്ച പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് നോക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഡേർട്ട് എടുത്തിട്ട് ഇതുപോലെ 3 എണ്ണം വെച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 3 ഡേർട്ട് എടുത്ത് കളയാം. അപ്പൊ ഇത് ഇവിടെ മാത്രം ഒരു ഡേർട്ട് ഉണ്ട്, ഇത് നമ്മൾ പൊളിച്ച് കളയത്തില്ല. ഇതിന്റെ മുകളിലാണ് നമ്മൾ മരം നട്ടു വെക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ഡേർട്ടിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ 3 എണ്ണം കൊണ്ടുവരാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഒരു 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ലീഫിന്റെ ഉള്ളിലായിട്ട് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞാൻ ലീഫിൽ മൊത്തം വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ വീണ്ടും 4 ടെമ്പററി ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടില്ലേ നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്റ്റേസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഇവിടെ ഒരു ലീഫ് വെച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു സൈഡിലും ഒരു ലീഫ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വെള്ളം ഫില്ല് ചെയ്യണം. ഓക്കെ, അടുത്ത വാട്ടർ ബക്കറ്റ് എടുക്കാം, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഇതുപോലെ സ്മൂത്ത് സ്റ്റോൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് ഫെൻസ് വെച്ച് കൊടുക്കാം. ഞാൻ എന്തായാലും പോയിട്ട് വീണ്ടും 2 ബക്കറ്റ് വെള്ളം എടുക്കട്ടെ. എന്നിട്ടില്ലേ ഇവിടെ ആയിട്ടും ഒരു സ്മൂത്ത് സ്റ്റോൺ വെച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഒരു ഡേർട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ 3 സൈഡിലായിട്ട് ഇതുപോലെ വീണ്ടും സ്മൂത്ത് സ്റ്റോൺ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സ്റ്റേഴ്സിന്റെ മുകളിലായിട്ട് 2 ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ലീഫ് വെച്ച് കൊടുക്കാം. ആ ലീഫിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ താഴെയുള്ള ഡേർട്ട് മൊത്തം റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേസിലില്ലേ ഒരു ബക്കറ്റ് വെള്ളം ഫില്ല് ചെയ്യാം. പിന്നെ ഇത് ഇവിടെ ആയിട്ടും ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം. ഇതുപോലെ ഇനാണ് നമ്മൾ ഈ ഒരു ഫാർമിന്റെ ഏറ്റവും മെയിൻ പാർട്ടെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ഡേർട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് ഒരു ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഡേർട്ടിന്റെ മുകളിലായിട്ട് നമുക്ക് ട്രാപ്പ് ഡോർ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ അടിയിലുള്ള ഡേർട്ട് മൊത്തം എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രാപ്പ് ഡോറിന്റെ മുകളിൽ കയറി നിൽക്കാം. എന്നിട്ട് ഈ ഒരു ട്രാപ്പ് ഡോറിനെ നോക്കിയിട്ട് ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ഡേർട്ട് വെക്കാം. ഇവിടെയുമായിട്ട് ഒരു ഡേർട്ട് വെക്കാം. എന്നിട്ട് വീണ്ടും ഈ ഒരു സ്മൂത്ത് സ്റ്റോൺ എടുക്കാം, ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് ഇവിടെയും ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇവിടെ ആയിട്ട് ഒരു ഡേർട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ 2 സ്ലാബ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്ലാബിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ 2 ബ്ലോക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ടെമ്പററി ആയിട്ട് വെച്ച് ഈ ഡേർട്ടൊക്കെ എടുത്ത് പൊളിച്ച് കളയാം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം. പിന്നെ ഇത് ഇവിടെ ആയിട്ടും ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം. എന്നിട്ടില്ലേ ഇത് ഇവിടെ ആയിട്ട് ഇതുപോലെ 2 ടെമ്പററി ഡേർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് സ്മൂത്ത് സ്റ്റോൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്മൂത്ത് സ്റ്റോണിന്റെ മുകളിലായിട്ട് ഒരു പ്രഷർ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് ഒരു ലിവറും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ലിവർ വെച്ചതിന് ശേഷം ഈ ഒരു ലിവർ ഓണാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു ഫാർമ് മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടോ. ഇതാണ് ഈ ഒരു ഫാർമിലത്തെ മെയിൻ ലിവർ. അതിനുശേഷം ഇല്ലേ ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു പിസ്റ്റൺ വെച്ച് കൊടുക്കണം. അപ്പൊ ഈ ഒരു പിസ്റ്റൺ ഇങ്ങനെ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് ഒരു ഡേർട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് ഇവിടെ വെച്ച 2 ഡേർട്ട് ഇല്ലേ ടെമ്പററി ഡേർട്ട്, ഇത് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് സ്മൂത്ത് സ്റ്റോണിന്റെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് ഇത് ഇവിടെ ആയിട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 2 ഡേർട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 2 ഡേർട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഇവിടുത്തെ ഡേർട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടത്തെയും ഡേർട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് ഒരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ബാക്കിലുള്ള ഡേർട്ട് എടുത്ത് കളയാം. അതേപോലെ ഇവിടെ ആയിട്ട് ഒരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ബാക്കിലുള്ള ഡേർട്ട് എടുത്ത് കളയാം. പിന്നെ ഇത് ഇവിടത്തെയും ഡേർട്ട് എടുത്ത് കളയാം. എന്നിട്ടില്ലേ ഇത് ഇവിടെ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ബോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോട്ട് നമുക്ക് ഈ ഒരു പിസ്റ്റണ നോക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ കയറി ഇരുന്നിട്ട് ഇത് നേരെ ഈ ഒരു ബ്ലോക്കിനെ ഇങ്ങനെ
ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന്ന് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഇറങ്ങും. അങ്ങനെ ഇത് ഈ ഒരു സെക്ഷനിലത്തെ പരിപാടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ഒരു ഒബ്സർവർ എടുക്കാം. എന്നിട്ട് ഈ ഒരു ഒബ്സർവർ ഇതുപോലെ പിസ്റ്റണം നോക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം. എന്നിട്ട് അതിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ സ്മൂത്ത് സ്റ്റോൺ വെച്ചുകൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഈ ഒരു പിസ്റ്റണ് ഇവിടെ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഇവിടെ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള ഈ ഒരു ലാസ്റ്റ് ഒബ്സർവർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇത് ഇതുപോലെ ഈ ഒരു ബ്ലോക്കിനെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ചുകൊടുക്കണം. എന്നിട്ട് ഇത് ഇവിടെ ഒരു സ്മൂത്ത് സ്റ്റോൺ വെച്ചുകൊടുക്കാം. എന്നിട്ട് സെന്ററിൽ ഡേർട്ട് വെക്കാം. വീണ്ടും ഒരു സ്മൂത്ത് സ്റ്റോൺ വെക്കാം. എന്നിട്ട് ഈ സെന്ററിലത്തെ ഡേർട്ട് എടുത്ത് കളയാം. ഇനി നമ്മൾ സ്മൂത്ത് സ്റ്റോൺ എടുത്തിട്ട് ഈ ഒബ്സർവറിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം. പിന്നെ ഇത് ഇവിടെ ആയിട്ടും ഒന്ന് വെച്ചുകൊടുക്കാം. പിന്നെ ഒരു സ്ലാബ് എടുത്തിട്ട് ഇവിടെ വെച്ചുകൊടുക്കാം. വീണ്ടും സ്മൂത്ത് സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ വെച്ചുകൊടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു റെഡ് സ്റ്റോൺ ടെസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കണം ഈ ഒരു ബ്ലോക്കിന്റെ എൻഡ് വരെ. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു TNT എടുത്തിട്ട് ഇവിടെ ഇതുപോലെ വെച്ചുകൊടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഫാർമിന്റെ പണി 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ താഴെ ഇറങ്ങിയിട്ട് ഈ കാണുന്ന ടെമ്പററി ബ്ലോക്ക് ഒക്കെ എടുത്ത് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ കുറച്ച് ബ്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റിമൂവ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇവിടെ ആയിട്ടും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഇവിടെ ആയിട്ടും ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ ഇപ്പൊ നമ്മളെ ഫാർം അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിവർ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ TNT ഡൂപ്പ് ആവാൻ വേണ്ടി തുടങ്ങും. പിന്നെ നമുക്കിപ്പോ ഈ ഒരു ഫാർം വർക്കാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കയ്യിൽ ആവശ്യത്തിനുള്ള അത്ര ബോൺ മീൽ ഇല്ല. ഞാൻ എന്തായാലും ഇതിൽ TNT ഡൂപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഇവിടെ കയറാൻ വേണ്ടി ഒരു ടെമ്പററി സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലിവർ പിടിച്ച് ഞെക്കി കഴിഞ്ഞെങ്കിൽ TNT ഡൂപ്പ് ആവുന്നതാണ് എന്റെ പ്രതീക്ഷ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ TNT ഡൂപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, കണ്ടോ അങ്ങനെ അത് വർക്കായി. എനിക്ക് വയ്യ. അയ്യോ, കണ്ടോ ഡൂപ്പ് ആവണ കണ്ടോ. ഇനി എന്തായാലും നമുക്ക് പോയിട്ട് ഓഫ് ആക്കാം. പിന്നെ ഇവിടുന്ന് ഓഫ് ആക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് ഓഫ് ആക്കിയില്ലെങ്കിൽ നമ്മളെ കാര്യം തീരുമാനമാവും കേട്ടോ. അങ്ങനെ നമ്മളെ കുറെ അധികം TNT ഒക്കെ ഡൂപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടി തീരണുണ്ട്. അപ്പൊ നമ്മളെ ഫാർമിന്റെ വർക്കിംഗ് ഇതുപോലെയാണ്. അപ്പൊ എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.